പ്രധാനമായിട്ടും യു എസ് വിപണിയിൽ വളരെ ശക്തമായിട്ടൊരു ഇടിവിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും 1% ഇടിഞ്ഞിട്ടാണ് 3 സൂചികളിലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ ശക്തമായിട്ടൊരു 400 പോയിന്റ്സിലധികം ഇടിവ് രേഖപ്പെടുത്തി 39,000 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഇന്നലെ ഡൗ ജോൺസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. S&P 500 1.02% ഇടിവിൽ 5078.65 എന്നൊരു നിലവാരത്തിൽ ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 1.5% ഇടിവിൽ 15,939.59 എന്നൊരു നിലവാരത്തിലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. യു എസ് വിപണിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഇടിവിനെ നമുക്കൊരു അവസരമായി കണക്കാക്കാമോ? യു എസ് വിപണിയുമായി ബന്ധപ്പെട്ട് ഇനി സാർ മുന്നോട്ടേക്ക് കാണുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒക്ടോബർ 26 ശേഷം നമ്മൾ കാര്യമായിട്ട് ഒരു കറക്ഷനും നാസ്ഡാക്ക് ഇൻഡെക്സിലോ ഡൗ ജോൺസ് ഇൻഡെക്സിലോ നമ്മൾ കണ്ടിട്ടില്ല. ആൻഡ് ഇന്നലത്തെ ഒരു ഇടിവിനെ തുടർന്ന് ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 38,000 പോയിന്റ് ആയിരിക്കണം. ഈ ആഴ്ച ഇനി നടക്കാനുള്ള അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് തിരിച്ചൊരു ശക്തമായിട്ടൊരു റിക്കവറി ഡൗ ജോൺസ് ഇൻഡെക്സിലോ അതല്ലെങ്കിൽ നാസ്ഡാക്ക് ഇൻഡെക്സിലോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആസ് ട്രേഡേഴ്സ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇറ്റ് വിൽ ബി 38,000 പോയിന്റ്സ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഇന്നലെ വളരെ വീക്ക് ആയിട്ടായിരുന്നു ഒരു ക്ലോസിംഗ് നടന്നത്. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 17,200 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. സർ, കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുള്ളത്. കമ്മോഡിറ്റി മാർക്കറ്റ് പ്രത്യേകിച്ചും ക്രൂഡിൽ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. വീണ്ടും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം പുനരാരംഭിക്കുന്നു എന്നതടക്കമുള്ള ഒരു ആഗോളതലത്തിൽ അത്ര അരക്ഷിതാവസ്ഥ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട് സാർ മുന്നോട്ടേക്ക് കാണുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ അൺലൈക്ക് 2 ദിവസം മുൻപ് ക്രൂഡിന്റെ മേജർ റെസിസ്റ്റൻസ് ആയ $80 എത്തിയതിനു ശേഷം കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ വീണ്ടും $80 തന്നെ. $80 റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. ആ $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ ടാർഗറ്റ് $84 ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഗോൾഡിൽ ഇന്നിപ്പോൾ ഒരു നേരിയ ഇടിവ് 0.37% വളരെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഔൺസിന് 2,133.8 എന്നൊരു ഡോളർ എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് സർ ഇനി എന്താണ് സാറിന്റെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? ഡിസംബർ മാസം 4 ആയിരുന്നു ഗോൾഡിന്റെ സർവകാല റെക്കോർഡ് $2,152.30. ഇന്നലത്തെ ട്രേഡിംഗിലെ ഹയസ്റ്റ് ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്ന $2,150.50. ഞാൻ ഇന്നലത്തെ ഇതേ ഫോറത്തിൽ സൂചിപ്പിച്ചിരുന്നു സ്വർണത്തിന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാമെന്ന്. സോ ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും അറ്റ് ദ മൊമെന്റ് ഇല്ല. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് സ്വർണത്തിന് മുന്നിലുള്ള ഒരേ ഒരു റെസിസ്റ്റൻസ് $2,200 ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സ്വർണത്തിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബെയറിഷായി മാറുമെന്ന്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഒരു കറക്ഷൻ മൂഡിലായിരുന്നു വിപണി എന്ന് തന്നെ പറയാം. ഏകദേശം 49.3 പോയിന്റ്സിന്റെ ഇടിവിൽ 22,356.3 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 22,400 മുകളിലേക്ക് എത്താൻ കൃത്യമായി പറഞ്ഞാൽ 22,416.9 എന്നൊരു ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കാതെ ഇടിവിലേക്ക് പോകുന്ന വിപണിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആഭ്യന്തര വിപണിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു സൂചികയിൽ മുന്നോട്ടേക്കും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണോ സാർ എക്സ്പെക്ട് ചെയ്യുന്നത്?
അല്ല, നിഫ്റ്റി 50യുടെ ആദ്യത്തെ ലെവൽസ് സംസാരിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഇന്ന് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 22,425, 22,425. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് കാണാൻ സാധിക്കും. സപ്പോർട്ടായിട്ട് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 22,100 പോയിന്റ്. നിഫ്റ്റി 50യിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. നിഫ്റ്റിയിലെ ഇന്നലെ ഡ്രാഗ് ചെയ്യാൻ പ്രധാന കാരണം ബജാജ് ട്വിൻസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെക്നോളജി സെക്ടറിൽ ഒത്തിരി വീക്ക്നെസ് കണ്ടിരുന്നു. ആൻഡ് ഇന്ന് ഒരു പ്രോബ്ലം ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നാസ്ഡാക്കിൽ ഇത്രത്തോളം വലിയൊരു സെല്ലിങ്ങിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇന്ന് നമുക്ക് LTI മൈൻട്രി, അതുപോലെ തന്നെ TCS, HCL ടെക്നോളജി, വിപ്രോ, ഇൻഫോസിസ്, ഇതിലൊക്കെ നമുക്കൊരു സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു ശക്തമായിട്ട് ഒരു സെല്ലിംഗ് ഉണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്കൊരു സ്മോൾ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സാർ, അതിനോടൊപ്പം തന്നെ സൂചികളിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് സാറോട് ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇതൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്, 47,581 എന്നൊരു നിലവാരത്തിൽ. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ആ ഒരു ബുള്ളി സെറ്റപ്പ് ഫോം ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഇന്നലെ IT സെക്ടറിൽ ഇത്രത്തോളം നമ്മൾ സെല്ലിംഗ് ആൻഡ് വീക്ക്നെസ് കണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കണ്ടിന്യൂസ്ലി വി സോ ബൈയിങ്. ആൻഡ് ഇന്നലെ ഏറ്റവും അധികം നമ്മൾ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടത് സ്മോൾ ക്യാപ്പ് PSU ബാങ്കിങ് സ്റ്റോക്സിലായിരുന്നു. സോ ഇന്നലെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്സ്, ഇതിലൊക്കെ ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരുന്നു. ബട്ട് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇൻഡസ്ഇൻഡ് ബാങ്കിലും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി HDFC ബാങ്കിലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 സ്റ്റോക്സിൽ അവർ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് ടേമിന് വേണ്ടി ഈ സ്റ്റോക്സിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. യെസ് സർ, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ടിട്ടുള്ള PSU ബാങ്ക് ഓഹരികൾ തന്നെയായിരുന്നു ഒരു മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇന്നലെ PSU ബാങ്ക് സൂചികയായിരുന്നു ഏറ്റവും അധികം നേട്ടം നൽകി വ്യാപാരം അവസാനിപ്പിച്ച സൂചിക എന്ന് പറയുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാകുന്ന പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി PSU ബാങ്ക് സൂചികയുമായി ബന്ധപ്പെട്ട് സർ മുന്നോട്ടേക്ക് കാണുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അനില പറഞ്ഞ വളരെ ശരിയാ. ഇന്നലെ സർവകാല റെക്കോർഡിലായിരുന്നു PSU ബാങ്ക് ഇൻഡെക്സ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. 7,321 പോയിന്റിലായിരുന്നു ട്രേഡിംഗ് അവസാനിച്ചത്. മൈ എക്സ്പെക്ടേഷൻ ഈ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു 300 പോയിന്റിന്റെ നേട്ടമെങ്കിലും നമുക്ക് PSU ബാങ്ക് ഇൻഡെക്സിൽ ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. സർ, PSU ബാങ്ക് സൂചികയിലെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങൾക്ക് ശേഷം, ഒരു ഇടിവിന് ശേഷം വലിയ തോതിൽ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഏകദേശം 10% നേട്ടം നൽകി 69.45 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8-ാം തീയതി രേഖപ്പെടുത്തിയ 83.75 എന്ന നിലവാരമാണ്. ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല ിൽ പോലും വീണ്ടും ശക്തമായിട്ടൊരു ബൈക്ക് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? IOBയുടെ കേസിൽ 2 മേജർ സപ്പോർട്ട് ബേസസ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 62 രൂപയിലും രണ്ടാമത്തെ 60 രൂപയിലും. എനിക്ക് തോന്നുന്നില്ല ഈ 2 സപ്പോർട്ട് ബേസസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഈ കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. നൗ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 73 രൂപ. 73ന്റെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു 7 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ IOBയെ പോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികളിലും വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 7% നേട്ടത്തിൽ 67.45 എന്നൊരു നിലവാരത്തിലാണ്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 7-ാം തീയതി രേഖപ്പെടുത്തിയ 76.9 എന്നൊരു നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സർ കാണുന്നുണ്ടോ?
തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 60 രൂപയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ. കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 70 രൂപയിലും 70ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 75 രൂപയിലും 75ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 80 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ്. സർ, അതിനോടൊപ്പം തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലുമുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓഹരി ഇന്നലെ 7% നേട്ടത്തിൽ 67.45 എന്ന നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ 50-day ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതി രേഖപ്പെടുത്തിയ 77.5 എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? So again, long-term view, again, very, very bullish. സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IOB മുതലായ സ്റ്റോക്സ് ഒക്കെ ഒരേ സമയത്തായിരുന്നു ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലത്തെ ഒരു ശക്തമായ ക്ലോസിങ്ങിനെ തുടർന്ന് മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഈ ഒരു കറക്ഷൻ അവസാനത്തെ ഫേസിലോട്ട് വന്നു കഴിഞ്ഞു. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ വീണ്ടും നമ്മൾ 60 രൂപയായിരിക്കാം സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് 70 രൂപയിലും പിന്നീട് 75-ലും അതിനെ തുടർന്ന് 80 രൂപയിലുമാണ് കാണുന്നത്. സാർ, അതിനോടൊപ്പം തന്നെ മെറ്റൽ സൂചികയിൽ നിന്നുള്ള ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടൊരു നേട്ടം രേഖപ്പെടുത്തി ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഹരി കൂടിയായിരുന്നു ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇന്നലെ 0.72% ഇടിവിൽ 152 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ടാറ്റ സ്റ്റീൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേയിൽ 154 വരെ ഓഹരി ഉയർന്നിട്ടുമുണ്ടായിരുന്നു. ഓഹരി ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സമയമാണോ കാണുന്നത്? അനിൽ, നമുക്ക് ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഓൾറെഡി കഴിഞ്ഞ 2 സെല്ലും നമ്മൾ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടു കഴിഞ്ഞു. സോ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡിംഗിൽ 155 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 155ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ലോങ് ടേം പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് അതൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ആയിരിക്കണം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 150 രൂപ. മുകളിലോട്ട് റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 159, പിന്നീട് 163, പിന്നെ അവസാനമായിട്ട് 167. സാർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സെബി ജോസ് എന്ന പ്രേക്ഷകൻ ബജാജ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% ഇടിവിൽ 6333 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം ബെയറിഷ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ബജാജ് ഫിനാൻസ് 6400ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യത്തില്ല എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടു. സോ ഇത്രയും ശക്തമായ ഒരു സെല്ലിംഗ് ഇന്നലെ നടന്നതിനെ തുടർന്ന് നമ്മൾ ലോങ് പൊസിഷൻസ് ബജാജ് ഫിനാൻസിലും ബജാജ് ഫിനാൻഷ്യൽ സർവീസസിലും മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇമ്മീഡിയറ്റ്ലി ക്ലോസ് യുവർ ലോങ് പൊസിഷൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 6000 രൂപയിലും 6000 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് 5600 രൂപയിൽ സപ്പോർട്ട് കാണുന്നുള്ളൂ. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ നിജിൽ എന്ന പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% നേട്ടത്തിൽ 32.1 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് നമ്മൾ ഇതേ ഫോർത്തിൽ ഇന്നലെയും സംസാരിച്ചിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു റൈറ്റ്സ് ഇഷ്യൂ കൊണ്ട് വരുന്നുണ്ട്. സോ ഈ റൈറ്റ്സ് ഇഷ്യൂ കഴിയുമ്പോഴേക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലോട്ട് ഒത്തിരി ലിക്വിഡിറ്റി വരാൻ നല്ല ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു ലിക്വിഡിറ്റി വരുമ്പോൾ ഒരുപക്ഷെ സ്റ്റോക്ക് ഒരു ഷോർട്ട് ടേമിൽ ഒരു കറക്ഷൻ മോഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആയിട്ട് 38 രൂപയും സപ്പോർട്ടായിട്ട് 28 രൂപയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്.
സർ അതിനോടൊപ്പം തന്നെ അരുൺ സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ബന്ധൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 197.75 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 50 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂൺ 1 രേഖപ്പെടുത്തി 272 എന്ന നിലവാരമാണ്. ആ ഒരു ലെവലിൽ ആ ഒരു ദിവസത്തിന് ശേഷം പിന്നീട് ആ ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ബന്ധൻ ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ഈ ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി, PSU ബാങ്ക് ഇൻഡെക്സ് ഒക്കെ ഇത്രയും നേട്ടം നമുക്ക് നൽകുന്ന സമയത്ത് പോലും ബന്ധൻ ബാങ്കിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് 190 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു പുതിയ ബുള്ളിഷ് ട്രെൻഡ് എമേർജ് ചെയ്യണമെങ്കിൽ 230 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ചെറിയാൻ എന്ന പ്രേക്ഷകൻ മെസഗോൺ ഡോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിവിൽ 2085.5 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 16 രേഖപ്പെടുത്തിയ 2492 എന്നൊരു നിലവാരമാണ് 50 വീക്ക് ഹൈ ആയിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. ശക്തമായിട്ടൊരു കറക്ഷൻ ഈ 2 മാസങ്ങളിലായിട്ട് ഈ ഓഹരിയിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? സോ മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ 3 സ്റ്റോക്സും ഒരേ പാറ്റേണാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ ഈ 3 സ്റ്റോക്സും ഒരു ഓൾ ടൈം ഹൈ ലെവൽ എത്തിയതിനു ശേഷം ഒരു കറക്ഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. മാസഗോൺ ഡോക്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2300 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. രാജേഷ് എന്ന പ്രേക്ഷകൻ ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 1542 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർച്ച് 2 ഒരു പുതിയ 50 ഹൈ ആയിട്ടുള്ള 1591.35 വരെ എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹാവൽസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഓഹരി കൈവശം സൂക്ഷിച്ച നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ കൈവശം ഓൾറെഡി നമ്മുടെ കൈവശം ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്തുകൊണ്ട് ഇത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്ക് 1280 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് സ്റ്റോക്ക് 1591 രൂപ വരെ എത്തിയതിനെ തുടർന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300 രൂപയുടെ നേട്ടം നമുക്ക് ഓൾമോസ്റ്റ് ഒരു മാസത്തിനിടെ കിട്ടിയിട്ടുണ്ട്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 1490 ആൻഡ് 1490 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലോ റിസ്ക് ആയിട്ട് ഒന്നും കാണുന്നില്ല. സർ ലീന അനിൽ എന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ഷീല ഫോംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ്. ഓഹരി ഇന്നലെ 1.25% ഇടിവിൽ 1027.95 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 50 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈ 18 രേഖപ്പെടുത്തിയ 1369.95 എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? ഷീല ഫോം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ അഗൈൻ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡിസംബർ മാസത്തിൽ അറൌണ്ട് 1290 രൂപയ്ക്ക് അടുത്ത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ വന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ട് ഏരിയ 990 രൂപയിലാണ്. ബെയറിഷ് ട്രെൻഡ് ആയതിനെ തുടർന്ന് നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്പം റിസ്കി ആയിരിക്കും. സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 1170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ ടോം എന്ന പ്രേക്ഷകൻ ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1%-ലധികം നേട്ടത്തിൽ 154.7 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? അഗൈൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഒരു 52 വീക്കായി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്.
സ്റ്റോക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് ബേസ് 145 ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് അതിലൊരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ ഇഫ് വി ആർ കംഫർട്ടബിൾ, നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ കൺസിഡർ ചെയ്യാം. ബട്ട് ഒരു ട്രേഡർ ആണെങ്കിൽ ഈ ലെവൽസിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 160-ലും അതിനെ തുടർന്ന് 170-ഉം അതിനെ തുടർന്ന് 190-ഉം. 190-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, ജസ്റ്റിൻ എന്ന പ്രേക്ഷകൻ HP അഡ്ഹസീവ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3.5% ഇടിവിൽ 112.7 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? അനില, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് കിട്ടുന്നില്ല. ഇത് അടുത്തൊരു സെഷനിൽ കൺസിഡർ ചെയ്യാം. സർ, രാജേഷ് എന്ന ക്ഷമിക്കണം സർ, പ്രണവ് എന്ന പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട സാർ ഇനി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ യെസ് ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് ടു സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 26 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 26ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 31 രൂപ വരെ നമുക്കൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 23 രൂപ മേജർ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക.